Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എൻട്രൻസ് എക്സാമിലെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if the straight line x minus a by 1 equal to y minus b by 2 equal to z minus 3 by minus 1 passes through minus 1, 3, 2, then the values of a and b are respectively. അതായത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്, ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അൺനോൺ വാല്യൂസ് ആയിട്ടുള്ള എയും ബിയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് എക്സിനും വൈക്കും സെഡിനും ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാവും, -1 മൈനസ് എ ബൈ 1 ഈക്വൽ ടു 3 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 2 മൈനസ് 3 ബൈ മൈനസ് 1. ജസ്റ്റ് ഈ വാല്യൂസ് എക്സ് വൈ സെഡിനെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ഇക്വേഷനിൽ. എന്നിട്ട് നമ്മൾ -1 മൈനസ് എ ബൈ 1 ഈക്വൽ ടു 2 മൈനസ് 3 ബൈ മൈനസ് 1 ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് എ ഈക്വൽ ടു -2 എന്ന് കിട്ടി. സിമിലർലി 3 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 2 മൈനസ് 3 ബൈ മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ബി ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ എക്കും ബിക്കും വാല്യൂസ് ആയില്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, -2, 1. Next question, the lines x plus 3 by minus 2 equal to y by 1 equal to z minus 4 by 3 and x by mu equal to y minus 1 by mu plus 1 equal to z by mu plus 2 are perpendicular to each other. Then the value of mu. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആ ലൈൻസ് എല്ലാം പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്, -2, 1, 3. സെക്കൻഡ് ഇക്വേഷൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് mu പ്ലസ് 1, mu പ്ലസ് 2. സിൻസ് ദീസ് ബോത്ത് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അതായത് ഡയറക്ഷൻ റേഷ്യോസിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും, -2 ഇൻറ്റു mu പ്ലസ് 1 ഇൻറ്റു mu പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു mu പ്ലസ് 2 ഈക്വൽ ടു 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ mu ഈക്വൽ ടു -7/2 ആൻസർ എത്തി. ഓപ്ഷൻ ഇ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the straight lines x minus 3 by 2 equal to y minus 4 by 3 equal to z minus 6 by minus 1 and x minus 2 equal to a equal to y plus 3 by b equal to z plus 4 by minus 1 are parallel, then a square plus b square. നേരത്തെ ഇക്വേഷനിൽ സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇവിടെ ലൈൻസ് പാരലൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് 2/a അല്ലെങ്കിൽ a/2 ഈക്വൽ ടു b/3 ഈക്വൽ ടു -1/-1 എന്ന് എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എഴുതാൻ അറിയാമല്ലോ. 2, 3, -1 ആണ് ഫസ്റ്റ് ലൈനിൻ്റെ. സെക്കൻഡ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് a/b-1. അപ്പോൾ അത് നമുക്ക് പ്രൊപ്പോർഷണൽ ആയ സ്ഥിതിക്ക് നമുക്കത് റേഷ്യോസ് ആയിട്ട് എഴുതാം. which is equal to a/2 equal to 1 എന്ന് വരും, that is a equal to 2, b/3 equal to 1, that is b equal to 3. എക്കും ബിക്കും വാല്യൂസ് കിട്ടി. then a square plus b square എന്തായിരിക്കും, 2 square plus 3 square which is equal to 13. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next question, the angle between the lines x by 1 equal to y by 1 equal to z by 1 and x by 0 equal to y by 1 equal to z by -1 is. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ഡയറക്ഷൻ റേഷ്യോസ് എടുത്തിടാം. L1, M1, Z1 എന്ന് കൊടുത്തിട്ട് 1, 1, 1 ആണ് ഫസ്റ്റ് ഇക്വേഷൻ്റേത്. സെക്കൻഡ് ഇക്വേഷൻ്റേത് 0, 1, -1 ആണ്. ഇനി രണ്ട് ലൈൻസിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ വെക്ടേഴ്സിൻ്റെ ഡോട്ട് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എ ഡോട്ട് ബി ആദ്യം കാണാം. എ ഡോട്ട് ബി കാണുമ്പോൾ എന്ത് വരും, എയും ബിയും എന്നും പറയുന്നത് ഡയറക്ഷൻ വെക്ടേഴ്സ് ആണ്. ഓരോ ലൈനിൻ്റെയും ഡയറക്ഷൻ വെക്ടേഴ്സ് ആണ് എയും ബിയും. എ ഡോട്ട് ബി എടുക്കുമ്പോൾ 1 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു -1 ആഡ് ചെയ്യുമ്പോൾ 0 വരും. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽ ടു 0 ബൈ സംതിങ്. 0 ആയിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 0 വന്നാൽ ആൻസർ 0 ആയിപ്പോവും. അപ്പോൾ മോഡുലസ് വാല്യൂസ് കണ്ടുപിടിക്കണം നിർബന്ധമില്ല. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ 0 തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായി, n π/2 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ π/2 ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ. If three distinct numbers are chosen randomly from the first 50 natural numbers,
then the probability that all of them are divisible by 2 and 3 is. അതായത് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യുകയാണ്, റാൻഡംലി സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം 2-ൻ്റെയും 3-ൻ്റെയും ഡിവിസിബിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്കറിയാം 2-ൻ്റെയും 3-ൻ്റെ ഡിവിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 6-ൻ്റെ ഡിവിസിബിൾ ആയാൽ മതി. 2-ൻ്റെയും 3-ൻ്റെയും ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് 6-ൻ്റെ ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര നമ്പേഴ്സാണ് 6-ൻ്റെ ഡിവിസിബിൾ ആവുക? 6-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം. 6, 12, 18, 24 അങ്ങനെ 48 വരെ. നെക്സ്റ്റ് നമ്പർ 54 ആണ്, അത് എബവ് 50 അല്ലേ, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. 6 മുതൽ 48 വരെയുള്ള നമ്പേഴ്സാണ് ഈ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള 6 ഡിവിസിബിൾ ബൈ 6 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 2 and 3. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 മുതൽ 48 നമ്പർ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട് അങ്ങനത്തെ ഡിവിസിബിൾ ബൈ 6 ആയിട്ടുള്ള എത്ര എണ്ണം നമ്പേഴ്സ് ഉണ്ട്? അത് കിട്ടണമെങ്കിൽ 48 by 6 ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 8. നമുക്ക് ചോദിച്ചിട്ടുള്ളത് 3 ഡിസ്റ്റിങ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 8 നമ്പറിൽ 3 ആ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 8C3 ആണ്. ഈ 8 നമ്പറിൽ 3 വരണം അല്ലേ, എന്നാലല്ലേ നമ്മൾ റിക്വയർഡ് പ്രോബബിലിറ്റി ആവുള്ളൂ. അപ്പോൾ 8C3 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഇവിടെ വരെ കണ്ടാൽ മതി. ലാസ്റ്റ് ഈ സിംപ്ലിഫിക്കേഷൻ ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, ഇപ്പോഴേ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് ചെയ്ത് വെച്ചു, പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇനി നമ്മൾ പറയുന്നത് 50 നമ്പർ. ഇനി നമ്മൾ എടുക്കേണ്ടത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ത് വരും? എപ്പോഴും ഒരു പ്രോബബിലിറ്റി കാണുമ്പോൾ ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ആണ്. നമ്മൾ ഫേവറബിൾ കേസാണ് 8C3, അതായത് 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ എടുക്കാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് 3 എടുക്കണം, 8 എണ്ണത്തിൽ 3 എടുക്കണം, 8C3. ഈ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്താണ്? 50 നാച്ചുറൽ നമ്പേഴ്സ് നിന്ന് 3 എടുക്കേണ്ടതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. അപ്പോൾ അത് 50C3 ആണ്. ദെൻ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ്, ദാറ്റ് ഈസ് 8C3 ഡിവൈഡഡ് ബൈ 50C3. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/350 വരും. അപ്പോൾ ഇത് ഈ 50C3 ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഈ കാൽക്കുലേഷനൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാവും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം വരില്ല, നേരിട്ട് 1/350ലേക്ക് ആൻസർ വരും. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, സമയം ലാഭിക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ആണ് ആൻസർ, 1/350. ഓക്കെ, താങ്ക് യു. നമ്മളിന്ന് സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു 3-4 പ്രോബ്ലം ചെയ്തു, പിന്നെ ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ 5 ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.